നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. ഇന്ത്യൻ സിനിമയ്ക്ക് തനതായ അഭിനയ മുഹൂർത്തങ്ങളെ പ്രദാനം ചെയ്ത പ്രിയാമണിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. പ്രിയാമണിയുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. പ്രിയാമണിയുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് നമ്മൾ എത്തിനോക്കുന്നു. നിങ്ങളൊക്കെ ചോദിക്കുന്നത് പോലെ പ്രിയാമണി എന്നാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, ആരെയാണ്? കാത്തിരുന്ന് കാണുക. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ നടിയോട് വളരെ ബോൾഡായി ചെയ്തു. ഡസ് മണി മാറ്റേഴ്സ് ടു യു? In a way, yes. പണമാണോ പ്രധാനപ്പെട്ട സൂചകം? Not the first priority അല്ല. First priority അതല്ല. One of the priorities. One of the priorities. I will tell you why. Because ഇപ്പോൾ ഈ നമ്മൾ സോഷ്യൽ സർവീസ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. Correct. We are also working for money. Correct? So money is working for money. Correct? അതെ, പ്രിയാമണി ഈസ് വർക്കിംഗ് ഫോർ മണി. Exactly. അപ്പോൾ നല്ല സംഭവം. അതെ, താങ്ക് യു. അപ്പോൾ ആസ് ഐ സെഡ്, money first priority alla. I'm talking about MONEY, MANI alla. MONEY is not the first priority. Appo as I said, idu ആരും ഇവിടെ സോഷ്യൽ സർവീസ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളും വി ആർ രാവിലെ ഐ മീൻ വി വർക്കിംഗ് ഡേ ആൻഡ് നൈറ്റ്. നമ്മൾ കഷ്ടം ചെയ്യും. ഐ മീൻ വി ആർ ഓൾസോ വർക്കിംഗ് ഹാർഡ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഫലം വേണ്ടേ? ബിക്കോസ് ഇപ്പോൾ എല്ലാ ഇതിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും പറയണ സ്റ്റോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ശരി ഇതൊക്കെ ഓക്കെയാണ്, ഇതാണ് ദിസ് ഇസ് മൈ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാൽ, അയ്യോ മാഡം ഇതൊരു ചെറിയൊരു പടമാണ്. ചെറിയ പടം എന്ന് പറഞ്ഞാൽ പിന്നെ ദെൻ ഐ സി അതിന് വേണ്ടി ഐ വിൽ സേ ഇതാണ് എൻ്റെ മാർക്കറ്റ് വാല്യൂ. യെസ്, ഇത് ഒരു ഒരു നെഗോഷിയേഷൻസ് ആവാം, ഇല്ലെന്നും പറയാൻ പറ്റില്ല. പക്ഷേ അതിന് കൂടുതൽ ഭയങ്കര യു കാൺട്ട്. വളരെ കൃത്യമാണ്. അതായത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന് അനുസരിച്ചുള്ള, ഇപ്പം ഞാൻ പ്രിയാമണി പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി ലളിതമായ മലയാളത്തിലേക്ക് മാറ്റാം. ഒന്ന്, ഇൻഡസ്ട്രിയുടെ ഒരു പാറ്റേൺ അനുസരിച്ച് മാത്രമേ പ്രിയാമണിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇൻഡസ്ട്രി റിക്കവർ ചെയ്യുന്ന ഇങ്ങനെയുള്ള മൂവീസ് ആണെങ്കിൽ ആ മൂവീസിൻ്റെ ഭാഗമാകുക മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒഴുക്ക് നേരെ നീന്താൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് സിനിമയിൽ മണി തന്നെയാണ് പ്രധാനപ്പെട്ട. ഒരു സിനിമ എടുക്കുന്നത് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഫൈനാൻസുമായി ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെ വരുമ്പോൾ പ്രിയാമണി എന്നുള്ള ഒരു നടിക്ക്, ഒരു ആക്ടർക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന, മാർക്കറ്റിൽ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെമ്യൂണറേഷൻ വാങ്ങുക എന്നുള്ളത് അതിൻ്റെ നിയമം മാത്രമാണ്, അടിസ്ഥാന കർമ്മം മാത്രമാണ്, ഒരു ഫണ്ടമെൻ്റൽ റൂൾ മാത്രമാണ്, അല്ലേ? സി, ഫണ്ടമെൻ്റൽ റൂൾ അല്ല. ആസ് ഐ സെഡ്, ഇപ്പോൾ ഇരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ പറയുന്ന പോലെ ഫൈനാൻസ് പ്ലേസ് എ ബിഗ് റോൾ. ഇത് ചെറിയ സിനിമ ആണ്, വലിയ സിനിമ ആണ്, വാട്ട് എവർ സെഡ് ആൻഡ് ഡൺ, അത് റെമ്യൂണറേഷൻ വരുമ്പോൾ എല്ലാവരും ഇല്ല, ഒരു ചെറിയ ഫിലിമാണ്, ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. പറ്റും. ഐ എം നോട്ട് സേയിങ് പറ്റില്ല. ഞാൻ ചെയ്യുന്നുണ്ട്. യെസ്, അത് സിനിമയുടെ ക്വാളിറ്റി നോക്കിയിട്ടാണ്. ഓഫ് കോഴ്സ്. അല്ലെങ്കിൽ സിനിമയിൽ നിന്ന് ക്വാളിറ്റി മാത്രമല്ല, ആസ് എൻ ഒബ്വിയസ്ലി ഐ മീൻ ക്വാളിറ്റി ഈസ് വൺ ഓഫ് ഒരു പ്രയോറിറ്റി ആണ്. റിലേഷൻഷിപ്പിന് പ്രാധാന്യമുണ്ടോ പ്രിയാമണി? ഉദാഹരണം പറഞ്ഞാൽ ഉണ്ട്. യെസ്, തീർച്ചയായിട്ടും. പക്ഷേ ഈ സിനിമാ ലോകത്ത് അങ്ങനെയൊന്നും ഇല്ല എന്നല്ലേ ആൾക്കാർ പറയണേ. ഒരുപാട് റിലേഷൻഷിപ്പ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എൻ്റെ കൂടെ 2000 ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്, അല്ലെങ്കിൽ എൻ്റെ ആദ്യത്തെ സിനിമയുടെ സംവിധായകനാണ്, എനിക്ക് വേണ്ടി ആദ്യം ക്യാമറ ചലിപ്പിച്ച ആളാണ്, ആ ഒരു സൗഹൃദം വെച്ചിട്ട് ഞാൻ എൻ്റെ റെമ്യൂണറേഷൻ കുറച്ച് കുറയ്ക്കാൻ പോവാണ്, അങ്ങനെ വല്ലതും ഉണ്ടോ? അതിനുവേണ്ടിയല്ലേ ഞാൻ ഇത് ചെയ്തത്, പ്രാഞ്ചേട്ടൻ. ബിക്കോസ് രഞ്ജിത്ത് സർ ആയിരുന്നു എനിക്ക് എൻ്റെ കരിയറിലെ ഒരു വലിയൊരു സിനിമ ഇത് കൊടുത്ത തിരക്കഥ. രഞ്ജിത്ത് സർ ആയിരുന്നു. മലയാള സിനിമയിൽ നല്ല ഒരു എൻട്രി പ്രിയാമണിക്ക് നൽകിയതിൻ്റെ പേരിൽ രഞ്ജിത്തിന് റെമ്യൂണറേഷൻ കുറച്ച് അഭിനയിച്ചു പ്രിയാമണി. അങ്ങനെ റെമ്യൂണറേഷൻ കുറച്ച് അഭിനയിച്ചു എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്തത് രഞ്ജിത്ത് സാറിന് വേണ്ടിയാണ്. ആൻഡ് ഒബ്വിയസ്ലി മമ്മൂക്ക. രഞ്ജിത്ത് സാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരു ക്യാരക്ടറുണ്ട് പത്മശ്രീ എന്ന് പറഞ്ഞിട്ട്, പ്രാഞ്ചേട്ടൻ ഇതാണ്, മമ്മൂക്കാണ് ഹീറോ എന്ന് പറഞ്ഞു. ഐ സെഡ് യെസ്, ഞാൻ ചെയ്യാം സർ. പക്ഷേ ഹീ സെഡ് ഇത് തിരക്കഥ പോലെ അത്ര ദിവസം വേണ്ടി വരില്ല, ഒരു മാക്സിമം ഒരു 7 days വേണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഐ സെഡ് യെസ്, ഞാൻ ചെയ്യാം സർ എന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഞാൻ ഈ ടൈമിൽ ഐ വാസ് ഡൂയിങ് അബൌട്ട് ഐ തിങ്ക് 1 or 2 films തെലുങ്കിൽ. അപ്പോൾ ഞാൻ ഡേറ്റൊക്കെ ഞാൻ മാറ്റി, ഞാൻ പറഞ്ഞു ഇല്ല സർ പ്ലീസ്, എനിക്ക് വേണ്ടി ഞാൻ ഈ സിനിമ ചെയ്യുന്നുണ്ട്, മിസ്റ്റർ മമ്മൂട്ടി ഓപ്പോസിറ്റ് ഞാൻ ചെയ്യുന്നുണ്ട്, പ്ലീസ് എനിക്ക് ഇത് ചെയ്യേ പറ്റും, ഐ വോണ്ട് ടു ഡു ഇറ്റ് എന്ന് പറഞ്ഞു. സോ വിച്ച് ഇസ് വൈ ഐ കെയിം. പ്രിയ, ഈ സിനിമ ചൂസ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള
നമ്മുടെ കാസ്റ്റിനെയും കൂടിയിട്ട് നമ്മൾ ചിന്തിക്കും സാധാരണഗതിയിൽ. ഇപ്പം മമ്മൂട്ടി അല്ലായിരുന്നു ഒരു വളരെ ഒരു ഐ വോണ്ട് സേ അല്ലെങ്കിൽ അത്ര ഫെയിം ഇല്ലാത്തൊരു ആക്ടർ ആയിരുന്നു എങ്കിൽ ഞാൻ ചെയ്യും, ബിക്കോസ് ഐ വിൽ ഡു ഇറ്റ് ഫോർ രഞ്ജിത്ത് സർ. രഞ്ജിത്തിന് വേണ്ടി. അവിടെ രഞ്ജിത്തും ഇല്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ ചെയ്യില്ലായിരുന്നു. മേ ബി ഐ വുഡ്ന്റ് ഹാവ്, അല്ല ഐ മേ നോട്ട് ഹാവ് ഡൺ ഇറ്റ്. യെസ്. വരട്ടെ. ഹായ് പ്രിയ, നമ്മൾ ഒരുമിച്ച് പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻറ്റ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. ഇപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഓടും രാജ ആടും റാണി എന്ന ചിത്രത്തിലാണ്. ഈ ചിത്രത്തിൽ യഥാർത്ഥത്തിൽ പ്രിയാമണിയെയാണ് ഹീറോയിനായിട്ട് കാസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള സിനിമയുടെ ഉപ്പെന്നറിയപ്പെടുന്ന ജഗദീഷ് ശ്രീകുമാറിൻ്റെ മകളായ ശ്രീലക്ഷ്മിയാണ്. എന്താ സംഭവിച്ചതെന്നറിയില്ല. ഈ ചിത്രത്തിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ബിജു വർമ്മയാണ്. മൺഗോലങ്ങൾ എന്ന ചിത്രത്തിൻ്റെ സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് ഫിലിമിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ ആണ്. അപ്പോൾ പ്രിയാമണി ആവശ്യപ്പെട്ടതനുസരിച്ച് റിമ്യൂണറേഷൻ ഫിക്സ് ചെയ്തു. ഇതിൻ്റെ സബ്ജക്റ്റ് പ്രിയാമണിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പ്രിയാമണി ആവശ്യപ്പെട്ടതനുസരിച്ച് തന്നെ അഡ്വാൻസ് പേ ചെയ്യുന്നതിന് വേണ്ടി അവർ ബാംഗ്ലൂർ എത്തുകയും 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം, എനിക്ക് ആരോടോ എന്തോ ചോദിക്കാനുണ്ടെന്ന് പ്രിയാമണി പറയുകയും 2 മണിക്കൂറിന് ശേഷം ഒരു മെസ്സേജാണ് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ ഫോണിലേക്ക് വന്നത്. ആ മെസ്സേജ് ഇപ്പോഴും ഉണ്ട്, ബിജു വർമ്മയുടെ ഫോണിലുണ്ട്. അതിങ്ങനെയാണ്, ഐ ഡോണ്ട് ലൈക്ക് ടു ഡു ഓപ്പോസിറ്റ് ടു ടിനി എന്ന്. അപ്പോൾ സത്യത്തിൽ എന്താണ് പ്രിയാമണിയുടെ ഒരു ക്രൈറ്റീരിയ, ഒരു മാനദണ്ഡം ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുന്നതിന്? ഇതിനു മുൻപ് സുരാജിൻ്റെ സത്യാന്വേഷണ പരീക്ഷകളിൽ ഇതേ അനുഭവം ഉണ്ടായെന്ന് സുരാജ് എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു. ശങ്കർ രാമകൃഷ്ണൻ വന്ന് സ്ക്രിപ്റ്റ് പറയുകയും ഇതുപോലെ തന്നെ പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് പ്രിയാമണിയുടെ മാനദണ്ഡം? അത് ഓപ്പോസിറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റിൻ്റെ സ്റ്റാർ വാല്യൂ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ റിമ്യൂണറേഷൻ ആണോ, സബ്ജക്റ്റ് ആണോ? കാരണം ഇനി പ്രിയാമണിയെ അപ്രോച്ച് ചെയ്യുന്നവർക്ക് അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ആ മാനദണ്ഡമാണ് എനിക്കറിയേണ്ടത്. വളരെ നല്ല ചോദ്യം പ്രിയാമണി. ഓക്കെ, അല്ല പ്രിയാമണി എനിക്കെന്തൊരു ആശ്വാസം എന്നറിയാം. ഞാൻ ഇന്ന് ചോദിച്ചിട്ട് പ്രിയാമണിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകേണ്ട വെച്ചിട്ടാണ് ഞാൻ അങ്ങ് മാറിയത്, കളത്തിൽ നിന്ന് മാറിയത്. ഇല്ല, വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ടിനി, ഒത്തിരി ഇതിൽ പ്രാഞ്ചേട്ടൻ്റെ ഒത്തിരി സീൻസ് ഇല്ലായിരുന്നു കൂടെ, പക്ഷേ ഈസ് എ വണ്ടർഫുൾ ആർട്ടിസ്റ്റ്. ഫസ്റ്റ് ഓഫ് ആൾ കമ്മിങ് ടു സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ആ പടത്തിൻ്റെ ഇത് എനിക്ക് സത്യത്തിൽ എനിക്ക് പറഞ്ഞാൽ എനിക്ക് സ്റ്റോറി എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ മീൻ ആസ് എൻ എനിക്ക് ആരും പറഞ്ഞില്ല. ഓൾ ഓഫ് എ സഡൻ എനിക്ക് ഇവിടുന്ന് കേരളത്തിന് കുറേ കോൾസ് വന്നു, നിങ്ങൾ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്, വാട്ട് ഈസ് യുവർ റോൾ ലൈക്ക്? ഐ സെഡ് എനിക്ക് സ്റ്റോറി പോലെ അറിയില്ല, ഹൗ വിൽ ഐ ഈവൻ സേ യെസ് ടു എ ഫിലിം? ഐ മീൻ എനിക്ക് ഇങ്ങനത്തെ ഒരു സിനിമ വന്നിട്ടുണ്ട്, ഇതാണ് ഹീറോ എന്ന് പോലെ എനിക്കറിയില്ല, ഞാൻ കമ്മിറ്റ് ചെയ്തില്ലായിരുന്നു. ഐ ഡിഡ്ന്റ് ഈവൻ നോ എനിത്തിങ് അബൌട്ട് ദ ഫിലിം. ഇങ്ങനെ ഒരു ഫിലിം ഉണ്ട്, ഇങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ട്, സുരാജ് വെഞ്ഞാറമൂട് ഇങ്ങനെ ഹീറോ ആണെന്ന് പോലെ എനിക്കറിയില്ലായിരുന്നു. ഓൾ ഓഫ് എ സഡൻ ഒരു 2-3 ചാനലിലൊക്കെ ഫോൺ ചെയ്തിട്ട് ഇല്ല നിങ്ങൾ അഭിനയിക്കുന്നുണ്ട്, നിങ്ങൾ ഓൾറെഡി പൂജയിൽ നിങ്ങളുടെ പേരൊക്കെ അനൗൺസ് ചെയ്തു. ഐ സെഡ് എന്നെ ചോദിക്കാതെ എങ്ങനെ അനൗൺസ് ചെയ്യും? ഒബ്വിയസ്ലി എനിക്കിങ്ങനെ ഒരു I should get a feel about it. You should be the first one to know it. Yeah. അപ്പോൾ അത് കറക്റ്റായി. ഇതൊക്കെയാണ് ഞാൻ ഈ ഇൻ്റർവ്യൂവിന് ഗുണം എന്താ അറിയോ, പ്രിയാമണിയെക്കുറിച്ചുള്ള എല്ലാ അഭിപ്രായങ്ങളും ഇവിടെ വന്ന് അതിനെക്കുറിച്ച് നല്ല ക്ലാരിഫിക്കേഷൻ കൊടുക്കാനുള്ളൊരു വേദി ഞാൻ തരിക. എന്തൊരു സുവർണാവസരം ഞാൻ ഒരുക്കി തരുന്നത് പ്രിയാമണിക്ക്. ഒരുപാട് ഗോസിപ്പുകൾക്ക് വേണമെങ്കിൽ പരിഹാരം ഇവിടെ വെച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു അദാലത്താണ് പ്രിയാമണിക്ക് വേണ്ടിയിട്ട്. ഒന്നത് കട്ട് ചെയ്യുന്നു, രണ്ടാമത് ടിനി ടോമിൻ്റെ ധർമ്മ. I'll come to Tini's question. ഇപ്പോൾ ടിനി പറയുന്ന ഇത് ഐ അഗ്രി, യെസ് ഡയറക്ടർ വീട് വന്നു, സ്റ്റോറി പറഞ്ഞു, കുറേ ഇതിൽ ഐ സെഡ് ഇറ്റ്സ് ഒരു ഡിഫറെൻറ്റ്, ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി സബ്ജക്റ്റ്. ചില ഇതിൽ എനിക്ക് ഇഷ്ടമായിരുന്നു, യെസ്. ലാസ്റ്റിൽ യെസ് ദേ ടോൾ മീ ടിനിയാണ് ഹീറോ. അപ്പോൾ ഇതൊക്കെ ഈ അഡ്വാൻസിൻ്റെ മാറ്ററൊക്കെ എനിക്കറിയില്ല കേട്ടോ, അത് ശരിയാണോ അതെനിക്കറിയില്ല. യെസ്. അപ്പോൾ വന്നിട്ട് എനിക്കിങ്ങനെ ദേ ഷോഡ് മീ ദ ഈ പാംഫ്ലെറ്റ് ഒക്കെ കാണിച്ചിട്ട് ഇതാണ് ഹീറോ, ഇതാണ് ഇത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സെഡ് ഓ ടിനിയാണ്, ഐ വർക്ക് വിത്ത് ഹിം, ഞാൻ പ്രാഞ്ചേട്ടനിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ദേ സെഡ് ഹീ ഈസ് ദ ഹീറോ, യു നോ യു വിൽ ഹാവ് ടു ബി വിത്ത് ഹിം. അപ്പോൾ ഐ സെഡ് ഓക്കെ. പിന്നെ ഞാൻ അമ്മയായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തു, അച്ഛനായിട്ട് ഡിസ്കസ് ചെയ്തു, മാനേജറായിട്ട് ഡിസ്കസ് ചെയ്തു. ഐ സെഡ് ലുക്ക്, ദിസ് ഇസ് ദ ഡീൽ, പുള്ളിയാണ് ഹീറോ, പക്ഷേ ഹീ ഈസ് നോട്ട്. ഇപ്പോൾ ഇഫ് യു കമ്പയർ ഹിം ടു മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ സർ ആണെങ്കിലും ഐ എം ജസ്റ്റ് സേയിങ്, ഇപ്പോൾ ഇരിക്കുന്ന stars compare ചെയ്യുമ്പോൾ he may not be in that level. സൂപ്പർ ലീഗിൽ ഇല്ല, he may not be in that level. അപ്പോൾ
ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ചെയ്യണം, ഡു യു വാണ്ട് മീ ടു ഡു ദ ഫിലിം ലൈക്ക് ദിസ് എന്ന് അങ്ങനെ ഞാൻ ചോദിച്ചു. സോ ദേ സെഡ് എന്തിനാ, വൈ ഡു യു റിയലി വാണ്ട് ടു ഡു ഇറ്റ് എന്ന് ചോദിച്ചു. A, that is one. B, as I said, remuneration വളരെ we negotiated a lot. I don't know if അത് എന്തായിന്ന് എനിക്കൊന്നും അറിയില്ല, ബിക്കോസ് ഞാൻ കൂടുതൽ ആ ടോപ്പിക്കിൽ I will not interfere. ഞാൻ ഇന്റർഫിയർ ചെയ്യില്ല അങ്ങനത്തെ റെമ്യൂണറേഷൻ ടോപ്പിക്കിൽ ഞാൻ വരില്ല. അതാരാ കൈകാര്യം ചെയ്യണേ? അത് മാനേജർ ചെയ്യും. അസുഖകരമായ കാര്യങ്ങളെല്ലാം മാനേജ് ഡേറ്റ് മാഡം റെമ്യൂണറേഷൻ മാനേജർ ഇല്ലെങ്കിൽ ഡേറ്റ് മാനേജർ വിളിക്കും. സോ മാനേജറായിട്ട് സംസാരിച്ചു. പക്ഷെ പുള്ളി ഡയറക്ടർ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞു, മാഡം ഇത് ഞങ്ങൾ ഇത്ര ഓഫർ യു സോ മച്ച്. ഐ സെഡ് ലുക്ക്, ഇതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ പ്ലീസ് മാനേജറായിട്ട് സംസാരിക്കൂ, ബിക്കോസ് ഇത് ദിസ് ഇസ് നോട്ട് എൻ്റെ ഒരു ഡൊമെയിൻ അല്ല. എൻ്റെ ഇത് എല്ലാം ഓക്കെ ആണെങ്കിൽ ഞാൻ വരും, അഭിനയിക്കും, ഞാൻ തിരിച്ചു പോകും. ദാറ്റ് ഈസ് ഓൺലി മൈ ഡ്യൂട്ടി. പിന്നെ യെസ്, ഞാൻ മെസ്സേജ് അയച്ചു. യെസ്, ഐ ഡിഡ് സേ ദാറ്റ് ഐ എം സോറി, ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു ഡു യുവർ ഫിലിം. പക്ഷേ ഐ വിൽ ഡെഫിനറ്റ്ലി, ഇഫ് നോട്ട് ദിസ് ടൈം, മേ ബി നെക്സ്റ്റ് ടൈം ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. ഇഫ് നോട്ട് ദിസ് ഫിലിം അനദർ ഫിലിം, അങ്ങനെ ഞാൻ മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഐ ഡിഡ് ഗെറ്റ് എ കോൾ ഫ്രം ഐ ഡോണ്ട് നോ ഹൂ, ഡയറക്ടറിൻ്റെ ഒരു അസോസിയേറ്റ് ആവാം, ഇല്ലെങ്കിൽ സംബഡി നോൺ ടു ദ ഡയറക്ടർ. ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഇല്ല മാഡം, ഈ സ്റ്റോറി ഇത് നന്നായിട്ടുണ്ട്, നിങ്ങൾ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, സി വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് ടു ടിനി, ഐ ഹാവ് വർക്ക് വിത്ത് ഹിം. പക്ഷേ ഞാൻ സെയിം തിങ് പറഞ്ഞു, ഇപ്പോൾ ഇരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ടിനിയുടെ ഓപ്പോസിറ്റ് ഞാൻ അഭിനയിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ അഭിനയിക്കും. പക്ഷേ നാളെ ബാക്ക്ലാഷ് വരുന്നത് എനിക്കാണ്. ബിക്കോസ് നാളെ മീഡിയ ഇതൊക്കെ ഫിലിം ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് മീഡിയ വന്നിട്ട് ഇങ്ങനെ ഒരു they will write a statement saying that Priya Mani വന്നിട്ട് ഒരു നാഷണൽ അവാർഡ് ആക്ടറാണ്, മോഹൻലാലും മമ്മൂട്ടിയുടെ ഓപ്പോസിറ്റും ഓർ ഹൂ എവർ യു സേ ദ ടോപ്പ് ആർട്ടിസ്റ്റോട് അഭിനയിച്ച ഒരു ആർട്ടിസ്റ്റ് വന്നിട്ട് ഇപ്പോൾ വൈ എസ് ഷീ റെഡ്യൂസ് ടു വർക്കിംഗ് വിത്ത് എ പേഴ്സൺ ലൈക്ക് ടിനി ഹൂ ഇസ് നോട്ട് ആ ലീഗൽ അല്ലാത്തൊരു സ്റ്റാറിന് എന്തിനാ വൈ ഇസ് ഷീ ആക്ടിങ്ങിന് ഒരു പക്ഷേ ചോദിക്കാൻ ഒരു ഇതുണ്ട്. ദർ ഈസ് എ ചാൻസ്. അപ്പോൾ ഡു ഐ റിയലി നീഡ് ദാറ്റ് അറ്റ് ദിസ് പോയിന്റ്? ഇപ്പോൾ വേണമെങ്കിൽ ഐ ക്യാൻ തിങ്ക് അബൌട്ട് ഇറ്റ് എ ലിറ്റിൽ ലേറ്റർ. പക്ഷേ അറ്റ് ദിസ് പോയിന്റ് എനിക്ക് എൻ്റെ കരിയർ നോക്കണമല്ലോ. ഇറ്റ് ഇസ് നോട്ട് നെസസറി ദാറ്റ് ഇപ്പോൾ ഓക്കെ ഐ ക്യാൻ സേ ഫിലിം ഹിറ്റ് ആയാൽ ആഹാ ഓഹോ എന്ന് എല്ലാവരും പറയും. പക്ഷേ ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ എനിക്കല്ലേ ബാക്ക്ലാഷ് വരുന്നത്. ആസ് ഐ സെഡ് ദി ആക്ടർ ഈസ് ഓൾവേസ് ബ്ലെയിം. പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കി പറഞ്ഞാൽ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ അഭിനയിച്ചിട്ട് ആ പടം പരാജയപ്പെട്ടാലും വലിയ പ്രതിസന്ധിയില്ല. അത് ഹീറോ എന്ന് മാത്രം എല്ലാവരും പറയും, ഹീറോ എന്ന് ആരും പറയില്ല. ഒരു പക്ഷേ ഒരു ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ ഹീറോ എന്ന് മാത്രം പറയും. ഒരു ഇതിൽ ഐ ഹവ് നോട്ട് സീൻ, ഐ മേ ബി റോങ്, ഐ മേ നോട്ട് ബി റോങ്, അതെനിക്കറിയില്ല. പക്ഷേ ഒരു ഇതിലും ഒരു ഫിലിം ഹിറ്റ് ആയില്ലെങ്കിൽ ഹീറോ ആരും ദേ വിൽ നോട്ട് ബ്ലെയിം. ആരും ഹീറോ ബ്ലെയിം ചെയ്യില്ല, ഹീറോയിനെ ബ്ലെയിം ചെയ്യും. ഓ ഈ പടം ഹിറ്റ്, ഇത് ഈ പടം. മലയാളത്തിലൊക്കെ ലാലിന്റെ പടം പൊട്ടി, മമ്മൂട്ടിയുടെ പടം അങ്ങനെയൊക്കെയല്ലേ പറയാ. മമ്മൂട്ടിയുടെ പടം പോയില്ല, ഇല്ലെങ്കിൽ ലാൽ സാറിൻ്റെ പടം പോയില്ല എന്ന് മാത്രം പറഞ്ഞിട്ട്, പക്ഷേ 10 പേരുണ്ടല്ലോ മമ്മൂട്ടി സാറെ സൈൻ ചെയ്യാൻ, ലാൽ സാറെ സൈൻ ചെയ്യാൻ. ആ സെയിം പടത്തിൻ്റെ ഹീറോയിൻ സൈൻ ചെയ്യാൻ 10 പ്രൊഡ്യൂസേഴ്സ് ഉണ്ടോ, 10 ഡയറക്ടേഴ്സ് ഉണ്ടോ? പറയൂ, പറയൂ. ഐ എം ആസ്കിംഗ് എ ഓണസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ എം ജസ്റ്റ് ആസ്കിംഗ് എൻ ഓണസ്റ്റ് ക്വസ്റ്റ്യൻ. പറയൂ. ആ മനസ്സിലുള്ളതെല്ലാം വേദനയെല്ലാം പുറത്തേക്ക് വരട്ടെ. വേദനയല്ല, ഐ എം ജസ്റ്റ് ആസ്കിംഗ്. ഇപ്പോൾ ബീൻ ഇൻ ഇൻഡസ്ട്രി, ഞാനും കുറേ ഇത് ഞാനും കണ്ടിട്ടുണ്ട്. പ്രിയ, ഞാൻ പറയട്ടെ, അതായത് പ്രിയ ഒരു ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസർ പറയൂ നിങ്ങൾ. ഇത് പുലിവാല പിടിച്ച പോലെയാണ്. ഞാൻ പ്രിയയോട് പറയട്ടെ സത്യസന്ധമായിട്ട്, ഇത് ഞാനിപ്പോൾ ടിനി പ്രിയയുടെ സുഹൃത്ത് പോലെ എൻ്റെ ഒരു സുഹൃത്തും കൂടെയാണ്. മലയാള സിനിമയിൽ നല്ല അഭിനയ ചാതുര്യമുള്ള ആളാണ്. പക്ഷേ പ്രിയ മലയാള സിനിമയിൽ മാത്രമല്ല നിൽക്കുന്നത്, തെന്നിന്ത്യൻ സിനിമയിൽ നിൽക്കുന്നുണ്ട്, ബോളിവുഡ് നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു റോള് എടുക്കുമ്പോൾ പല ഘടകങ്ങളും പരിശോധിക്കാറുണ്ട്, പല ഇൻഗ്രീഡിയൻസ്. പ്രിയയുടെ പാരാമീറ്റേഴ്സ് ഒരുപക്ഷെ ഇവിടെയുള്ള നടൻ്റെയോ നടിയുടെയോ പാരാമീറ്റേഴ്സ് അല്ല, ആകണമെന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ഇൻഡിവിജ്വൽ ചോയ്സാണ്. പ്രിയ മലയാളത്തിൽ മാത്രമായിരുന്നു എങ്കിൽ പ്രിയ വേണമെങ്കിൽ കുറച്ചുകൂടെ ക്യാരക്ടർ റോളുകളിലേക്ക് ഊന്നിയത്. വേണമെങ്കിൽ ടിനിയുടെയോ അല്ലെങ്കിൽ സുരാജിൻ്റെയോ നായികയാകാൻ വൈമുഖ്യം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ പ്രിയ വർക്ക് ചെയ്യുന്ന തലം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ശരിയാണോ? ശരിയാണ്. വരട്ടെ. Actually, I wasn't going through any pain at all.
The only person who had pain dancing with was Priyamani. Because the poor young lady had to keep on doing it again and again and again. और पहली बार मेरे साथ काम कर रही थी तो बहुत इज्जत दिखा रही थी. मैंने 4 बार बोला भी I'm really sorry. No, I also like to rehearse a lot. I'm all right. बेचारी 3 रातों के लिए आई थी, 5 रातें वहाँ पे गंवाई इसने और आखिर तक मेरी बहुत इज्जत करती रही. ഷാരൂഖ് ഖാനുമായിട്ട് പ്രിയക്ക് ഒരു കെമിസ്ട്രി ഉണ്ടല്ലേ? I love Shah Rukh Khan. He's one of ഐ തിങ്ക് ഷാരൂഖ് ഖാനും അതുപോലെ തന്നെയാണെന്ന് തോന്നുന്നു പ്രിയാമണിയുടെ. ഞാൻ കാണിച്ചു തരണം. ശരി, ഷാരൂഖ് ഖാനും ഇഷ്ടമാണെന്ന് പ്രിയാമണി, അതേ ഞാൻ പറയുന്നത്. ആ പാട്ട് മുണുന്നുണ്ടാ? മൂളിയാ? വേണേ മൂളിക്കോ, വേണേല് മൂടില്ല. ഒരു സിനിമയിൽ ഐറ്റം നമ്പർ ചെയ്തു, അതാണ് നമ്മൾ കണ്ടത്. ഷാരൂഖ് ഖാൻ അല്ലായിരുന്നു എന്തായാലും ചെയ്യില്ലായിരുന്നു, എനിക്ക് ഉറപ്പായിട്ടറിയാം. അത് പറയാൻ പറ്റില്ല. പക്ഷേ അല്ല, സി ഇപ്പോൾ ബോളിവുഡിലെ ഒരു ഐറ്റം നമ്പർ ചെയ്യുന്ന ഇത് ഒരു അങ്ങനെ ഒരു വലിയൊരു കുഴപ്പമൊന്നുമല്ല. ബിക്കോസ് ഇപ്പോൾ ഇരിക്കുന്ന എല്ലാ ഹീറോയിൻസും ഐറ്റം നമ്പർ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ ഒരു ഓഫർ വരുമ്പോൾ രോഹിത് ഷെട്ടി ഡയറക്ഷൻ ഷാരൂഖ് ഖാനിൻ്റെ കൂടെ ഒരു ഡാൻസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഹൂ വിൽ സേ നോ? ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡയറക്ടറായിട്ട് മീറ്റ് ചെയ്ത് രോഹിത് ഷെട്ടിയായിട്ട് മീറ്റ് ചെയ്തിട്ട് പിന്നെ പുലിയനെ പാട്ട് കേൾപ്പിച്ചു. പിന്നെ ആ ഒരു ഐറ്റം നമ്പറിന് വേണ്ടി പ്രിയാമണി നല്ല പൈസ മേടിച്ചു എന്ന് എനിക്കറിയാം. ഇല്ല ഇല്ല, ഐ ഡിഡ്ന്റ്. തന്നില്ലേ അവര്? തന്നില്ലല്ല, ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ശരിക്കും It was for Shah Rukh and for Rohit. സത്യം പറഞ്ഞാൽ It was for Shah Rukh and Rohit Shetty, so I said I'll whatever said and ഞാൻ ചെയ്യുന്നു പറഞ്ഞു. And they were also pretty happy because Rohit Shetty എൻ്റെ കുറേ ഡാൻസ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഐ മീൻ വേറെ ലാംഗ്വേജിൻ്റെ ഡാൻസ് ഇത് കണ്ടിട്ടുണ്ട്. സോ അതിൽ രോഹിത് ഷെട്ടി കണ്ടിട്ട് ഹീ ടോൾഡ് മീ ദാറ്റ് അങ്ങനെയാണ് ഓഫർ വന്നത്. സോ രോഹിത് ഷെട്ടി അങ്ങനെ വിളിച്ചിട്ട് ഞാൻ മീറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ്. പൈസ വാങ്ങിയില്ല എന്നുള്ളത് ഇവരൊക്കെ ശ്വാസം പിടിച്ചിരിക്കുകയാണ്. ഞാനൊരു സിനിമ പിടിച്ചൊരു ഐറ്റം നമ്പറിന് വേണ്ടി ഞാൻ പ്രിയ എടുത്ത് വന്ന് ഞാൻ പൈസ ഞാൻ വാങ്ങിക്കും. അതെനിക്ക് മനസ്സിലായി. ഷാരൂഖ് ഖാനെ കൊണ്ട് അഭിനയിപ്പിച്ച കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമില്ല, അത് വാക്കാണ് കേട്ടോ. ഷാരൂഖ് ആണെങ്കിൽ മാത്രം ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. ബോളിവുഡ് ആണെങ്കിൽ ഷാരൂഖ് അല്ലെങ്കിലും കുഴപ്പമില്ല എന്നോട് പറഞ്ഞു നേരത്തെ. അങ്ങനെയല്ല, ബോളിവുഡ് ആണെങ്കിൽ ഷാരൂഖ് ഖാനുമായിട്ട് എന്തായാലും പ്രിയക്ക് നല്ല കെമിസ്ട്രിയാണ്. നമ്മുടെ ഒരു സഹോദര സ്ഥാപനത്തിൽ ഒരു പരിപാടിയിൽ ഷാരൂഖ് ഖാൻ പ്രിയാമണിയെ എൻഗേജ് ചെയ്യുന്ന ഞാനിങ്ങനെ വളരെ സകൂതം ശ്രദ്ധിച്ചു. നല്ല കെമിസ്ട്രി അല്ലേ? ആ കെമിസ്ട്രിക്ക് ഒരു കൈ. പക്ഷേ അത് എൻ്റെ കൂടെ മാത്രമല്ല, എല്ലാ ഗേൾസിനും കൂടെ. അതാണ് ഷാരൂഖ് ഖാൻ ഒരു കുഴപ്പം, ഒരു ഗുണം. ഒരു നാച്ചുറൽ ചാർമറാണ് ഷാരൂഖ്. ഇപ്പോൾ ആര് കണ്ടാലും ഹീൽ ജസ്റ്റ് ഒരു ഭയങ്കര ഒരു കംഫർട്ടബിൾ അറ്റ്മോസ്ഫിയർ ആക്കും. ഹീസ് എ നാച്ചുറൽ ചാർമർ. പക്ഷെ അവിടെ ആ സ്റ്റേജിൽ പ്രിയാമണി ഒന്ന് മടിച്ചു നിന്നു. പക്ഷേ അല്ല, ഞാൻ വിചാരിച്ചു 1 2 3 4 ഒക്കെ അവിടെ പ്ലേ 1 2 3 4 നോക്കെ ഐ തോട്ട് ഐ വാസ് റെഡി ഫോർ ഇറ്റ്. സഡൻലി എനിക്ക് സത്യത്തിൽ എനിക്ക് ലാൽ സാറിന്റെ ഈ പാട്ടാണ് എനിക്ക് ഐ മീൻ പ്ലേ ചെയ്യുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. പാട്ട് വന്നാൽ വരുമ്പോൾ ഞാൻ അയ്യോ ലാൽ സാറിന്റെ പാട്ട് പറഞ്ഞിട്ട് പിന്നെ ലാൽ സാറിന്റെ സ്റ്റെപ്പൊക്കെ ചെയ്ത് ഇറ്റ് വാസ് ജസ്റ്റ് ഫോർ ഫൺ. ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ലാൽ സാർ ഭയങ്കര സ്പോർട്ടീവ് ആയിരുന്നു. ലാൽ സാർ സ്റ്റേജിലൊക്കെ വന്നിട്ട് സ്വാഭാവികമായിട്ടും ഞാൻ കണ്ടിരുന്നത്. ഗുഡ് ഫൺ. വലിയ ഡയറക്ടേഴ്സിനെ പ്രിയക്ക് കിട്ടി. മണിരത്നം, രാം ഗോപാൽ, ഒരുപാട് ആൾക്കാരെ കിട്ടി. ഇതാ കാണിച്ചു തരാൻ വേണ്ടത്. ഒരുപക്ഷെ പ്രിയയുടെ കരിയറിൽ വലിയ വലിയ നാഴികക്കല്ലുകൾ തീർക്കാൻ വേണ്ടി മഹാരഥന്മാർ സഹായിച്ചു. വലിയൊരു അവസരമായിരുന്നത്. പക്ഷേ ഈ സിനിമ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് വന്നില്ല. പ്രിയ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ഭയങ്കരമായിട്ട് ഹിറ്റാവും അല്ലേ? ആ ബാനർ ഞാൻ ആസ് സച്ച് ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും ഐ നെവർ തിങ്ക് അബൌട്ട് ഇറ്റ്. ഇത് ഭയങ്കര ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാവുമോ, ഇല്ല ഇത് ഹിറ്റാവില്ല, അങ്ങനെയൊന്നും ഇല്ല, വിചാരിച്ചില്ല. പക്ഷേ ഇതൊരു വലിയൊരു ഫിലിമാണ്. ബിക്കോസ് മണിരത്നം എന്ന് പറയുന്ന ഒരു ഡയറക്ടർ പോലെ വിളിച്ചാൽ ഐ മീൻ എല്ലാവരും ഓബ്വിയസ്ലി റെഡി ആവും. ആൻഡ് മണി സർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഐ എം ഡൂയിങ് എ ഫിലിം, ഇങ്ങനെ രാവൺ എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം ചെയ്യാണ്, രാവണൻ ഇൻ തമിഴ്. ആൻഡ് ഇങ്ങനെ ഒരു മോഡേൺ വേർഷൻ ഓഫ് ഓർ ഒരു ഡിഫറെന്റ് ഒരു വില്ലേജ് സോർട്ട് ഓഫ് എ വേർഷൻ ഓഫ് രാമായണം അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സർ എന്ന് പറഞ്ഞു. ഇത് മണി സർ, ഇറ്റ് വാസ് ഫോർ ഓൺലി ബിക്കോസ് ഓഫ് മണി സർ ഇങ്ങനത്തെ ഒരു റോൾ ഞാൻ ചെയ്തു. ആൻഡ് പ്രിഡോമിനൻ്റ്ലി ഇപ്പോൾ ഇവിടെ വിക്രമും ഹിന്ദിയിൽ അഭിഷേക് ബച്ചൻ്റെ കൂടെ ആയിരുന്നു. ആൻഡ് എനിക്ക് മനസ്സിലായി. ഐ മീൻ ഒബ്വിയസ്ലി ഫിലിം അങ്ങനെ അത്ര വലിയൊരു
ഹിറ്റ് ആയില്ല. പക്ഷേ എല്ലാവരും യുനാനിമസ്ലി, ഇവിടെ മാത്രമല്ല ബോളിവുഡിലും എല്ലാവരും പറഞ്ഞു ഇങ്ങനെ എൻ്റെ റോൾ ചെറിയ മറ്റേ റോൾ വാസ് ഒരു ഭയങ്കര ഒരു ഒരു എന്താ പറയുക, ഒരു ഹോണ്ടിങ് റോൾ ആയിരുന്നു. ബിക്കോസ് ദാറ്റ് ഭയങ്കര ഒരു ഇറ്റ് മേഡ് ആൻ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു. ആൻഡ് ന്യൂസ് ചാനലിൽ ലീഡിങ് നാഷണൽ ചാനൽസിൽ ഞാൻ കണ്ടു. ഒരുപാട് കവറേജ് കിട്ടിയ ഒരു മൂവിയായിരുന്നു ഇത്. ഒരുപാട്, പക്ഷെ ഇത്രത്തോളം മീഡിയ കവറേജ് അട്രാക്ട് ചെയ്യുന്ന മൂവികൾ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. മലയാളത്തിൽ പ്രിയ എല്ലാ മുൻനിര നായകന്മാർക്കൊപ്പം അഭിനയിച്ചു. പ്രാഞ്ചിയേട്ടൻ കാണിച്ചു, ഇനി മമ്മൂക്കയുടെ കാണിച്ചിട്ട് ഇനി ലാലേട്ടനെ കാണിച്ചില്ലെങ്കിൽ ഇനി പ്രേക്ഷകർ തന്നെ വേണമെങ്കിൽ കൈകാര്യം ചെയ്യും. ലാല ഒരു ജോവിയലായിട്ടുള്ളൊരു ഭയങ്കര എനിക്കൊരു എൻ്റെ ഫാമിലിയിലെ എല്ലാവരും ഒരു ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാറാണ് ലാൽ സർ. അപ്പോൾ ഞാൻ ഇങ്ങനെ അച്ഛനായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ ഗ്രാൻഡ് മാസ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്, ഉണ്ണികൃഷ്ണനാണ് ഡയറക്ടർ, മോഹൻലാലാണ് ഹീറോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു എൻ്റെ ഒരു ആഗ്രഹമാണ് ഷൂട്ടിംഗ് ടൈമിൽ ഞാൻ ഒരു ദിവസം ഞാൻ വന്നിട്ട് എനിക്ക് മോഹൻലാലിൻ്റെ കൂടെ എനിക്കൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ വന്നു പടം എടുത്തു കൊടുത്തു, ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹം സഫലമാക്കി പ്രിയാമണി. ഈ ലാലിൻ്റെ കൂടെയും മമ്മൂക്കേൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചെങ്കിൽ പോലും മലയാളി ഇപ്പോഴും കരുതുന്നതില്ല പ്രിയാമണിയുടെ ഒരു കെമിസ്ട്രി കുറച്ചും കൂടി ഇതിലാണ്. പ്രത്യേകിപ്പം സവിശേഷമായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ട് എന്ന് മലയാളി പ്രേക്ഷകർ കണ്ടെത്തി. ബിക്കോസ് ഞങ്ങൾ 5 ഫിലിം ചെയ്തിട്ടുണ്ട്. മാക്സിമം എൻ്റെ കരിയറിൽ ഈസ് എ മാക്സിമം ഫിലിംസ് ആസ് ഇൻ ലൈക്ക് 5 ഫിലിം ആസ് എ കോസ്റ്റാർ പൃഥ്വി ആയിരുന്നു. സോ പൃഥ്വിയാണ്. സോ യാ ഒബ്വിയസ്ലി. പുതിയ മുഖത്തിൻ്റെ സംവിധായകൻ വരട്ടെ. ഞാൻ പുതിയ മുഖം പ്രിയമണി ചെയ്യുമ്പോൾ നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു ആർട്ടിസ്റ്റാണ്, ഒരു നടിയാണ് ഹീറോയിൻ. അതുപോലെ സ്റ്റേറ്റ് അവാർഡ് വാങ്ങിയൊരു നടനാണ് പൃഥ്വിരാജ്, എൻ്റെ ഹീറോ. അപ്പോൾ എനിക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു, എനിക്ക് ഇവരുടെ അടുത്ത് ഓർഡർ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ അത് എന്തെങ്കിലും തെറ്റായി എടുക്കുമോ അല്ലെങ്കിൽ ജാട കാണിക്കുമോ എന്നൊക്കെ. പക്ഷേ അങ്ങനെ ഒരു അവാർഡ് കിട്ടിയ ആർട്ടിസ്റ്റാണെന്നോ അല്ലെങ്കിൽ അത്രയും ഒരു പല ലാംഗ്വേജ് ചെയ്യുന്നൊരു നടിയാണെന്നുള്ള ഒരു ജാടയോ ഒന്നുമില്ലാതെ വളരെ ഇതായിട്ട് എനിക്ക് അതിൻ്റെ പുതിയ മുഖത്തിൽ നന്നായിട്ട് സഹകരിച്ചു. അതുപോലെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഈ സിനിമ ചെയ്ത് നാഷണൽ അവാർഡ് വാങ്ങിയ പ്രിയാമണി ഒരു പക്കാ കൊമേഴ്ഷ്യൽ ചിത്രമായ പുതിയ മുഖത്തിൽ അഭിനയിക്കാൻ കാരണമെന്ത്? ആദ്യം ഒരു കോംപ്ലിമെൻ്റ് അദ്ദേഹം തന്നു, ഒരു ജാടയൊന്നും ഇല്ല എന്ന്. ഇതൊക്കെ പറയിപ്പിച്ചാണെന്ന് എനിക്ക് സംശയിക്കുന്നുണ്ട്. ഇല്ല, ജാടയില്ലേ, തീർത്തും നോ എയർ. എല്ലാവരും പറയും ഈവൻ ടിൽ ടുഡേ. ഇത് ഐ എം നോട്ട് ബോസ്റ്റ്, ഇത് ഞാൻ എൻ്റെ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട്. ജാടയില്ലാത്ത പ്രിയാമണിക്ക് ഒരു കൈയടിച്ചു കൊടുക്കുന്നത്. ജാട ഉണ്ടാക്കരുത് കേട്ടോ. ഇല്ല. അപ്പോൾ ഇത് ആക്ച്വലി ഈ പരുത്തിവീരനും കമേഴ്ഷ്യൽ ഫിലിം ആണ്, പക്ഷെ പ്രോബ്ലി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ഒരു ചെറിയൊരു ഡിഫറൻസ് ബേബി ബിക്കോസ് ഓഫ് ദാറ്റ്. അങ്ങനെ കൊമേഴ്ഷ്യൽ എന്നൊന്നും പറയാം, ഐ മീൻ അങ്ങനെ ആരും പറയില്ല. പക്ഷേ പക്ക ഒരു ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ ഫിലിം ആണ്. സോ ഐ ആം ഓപ്പൺ ടു ഡൂയിങ് കമേഴ്ഷ്യൽ ഫിലിംസ് ബിക്കോസ് ഇപ്പോൾ അത് തന്നെയാണ് ചെയ്യുന്നത്. ഐ എം നോട്ട് ഡൺ. ഇതുവരെ ഞാൻ അങ്ങനെ ഒരു ആർട്ട് ഫിലിം അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. സോ ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ ഫിലിമാണ് ചെയ്യുന്നത്. പക്ഷേ പുതിയ മുഖം പോലെ ഒരു സബ്ജക്റ്റും പരുത്തിവീരൻ പോലെ ഒരു സബ്ജക്റ്റ് ഒബ്വിയസ്ലി ഭയങ്കര ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്. സോ അത് പരുത്തിവീരൻ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ഫിലിമും ഒരു ഭയങ്കര ഒരു റിലാക്സ്ഡ് ഒരു സെറ്റ് ആയിരുന്നു. ഇതൊരു ഫൺ ഫിലിം ആയിരുന്നു ബിക്കോസ് എല്ലാവരും പൃഥ്വി, ഞാൻ, ബാല, വിഷ്ണു എല്ലാവരും ഒരു വി വർ ജസ്റ്റ് ഒരു ശരിക്കും ഒരു കോളേജിൽ ഇരിക്കുന്ന പോലെ ആൾക്കാരായിരുന്നു. ഒരു നല്ലൊരു ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. വി ബിക്കേം ഗുഡ് ഫ്രണ്ട്സ്. പ്രിയയുടെ കന്നഡയിലുള്ള ചില സിനിമകൾ ഒരുപാട് ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടിയിട്ടുള്ള പടങ്ങളാണ്. അതിലൊരു പടത്തിൻ്റെ ഞാൻ ക്ലിപ്പ് കാണിക്കും. പ്രിയയുടെ ചില സ്വഭാവങ്ങളൊക്കെ അതിനകത്ത് പ്രകടമായി വന്നിട്ടുണ്ട് ആ പടത്തിൽ. ചാരുലത ഒരുപാട് ഫെയിം പ്രിയയ്ക്ക് മേടിച്ചതെന്നാണ്. കന്നഡയിലൊക്കെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളുണ്ട് എന്ന് മലയാളി തിരിച്ചറിഞ്ഞത് ഇതുപോലുള്ള സിനിമകൾ വന്നപ്പോഴാണ്. അതല്ലെങ്കിൽ കന്നഡ സിനിമേനെ അത്ര ഗൗരവത്തോടെ ഇപ്പം പുനീത്തിനെയും മറ്റുള്ളവരെയൊക്കെ അറിയുമെങ്കിൽ പോലും അത്ര സീരിയസ് ആയിട്ട് കന്നഡ സിനിമയെ കാണുന്നില്ല. ഈ സിനിമ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടുമെന്നും ഇത് ഈ രീതിയിൽ കാണുമെന്നും ഒക്കെ. ആക്ച്വലി ഇതിൻ്റെ ഒരു ഒറിജിനൽ ഫിലിം ഒരു തായ് ഫിലിമാണ്, അലോൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഈ ഫിലിം ഞാൻ
എപ്പോഴോ മുമ്പ് ഞാൻ ഒരു ആരോ ഐ തിങ്ക് തമിഴിൽ ആരോ പറഞ്ഞു ഇങ്ങനെ ഒരു ഈ ഫിലിം നമ്മൾ തമിഴിൽ ചെയ്യുന്നുണ്ടെന്ന്. എപ്പോഴോ ഐ തിങ്ക് മസ്റ്റ് ഹവ് ബീൻ ഒരു 2005-ish ആ ടൈമിൽ. അപ്പോഴേ ഞാൻ ഈ ഫിലിം കണ്ടതാ അലോൺ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തായ് ഫിലിം ഭയങ്കര ഹൊററാണ്. ഇത് ഓക്കെ നമ്മുടെ ഒരുപാട് ഡൈലൂട്ട് ചെയ്യപ്പെട്ടു. പാട്ടും ഡാൻസും ഇതൊക്കെ വെച്ചിട്ട് ഒബ്വിയസ്ലി ഇന്ത്യൻ കൾച്ചറിന് ലോക്കൽ കൾച്ചറിന് സൂട്ട് ചെയ്യാൻ വേണ്ടി ചേഞ്ച് ചെയ്ത ട്വീക്ക് ചെയ്തു സബ്ജക്റ്റ്. പക്ഷേ ഒറിജിനൽ ഇത് ഭയങ്കര ഒരു ഹൊറർ ഇതായിരുന്നു. ഐ മീൻ ഇറ്റ് വാസ് എ നൈസ് ഒരു നല്ലൊരു ഫിലിമായിരുന്നു. സോ അതിൻ്റെ കുറേ എലിമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഫിലിമിൽ. ആൻഡ് ഇങ്ങനെ ഈ പ്രൊഡ്യൂസർ വന്നിട്ട് എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് യോഗീഷ്. അപ്പോൾ പുള്ളിയുടെ പ്രീവിയസ് ഫിലിമിൽ ഞാൻ വിഷ്ണുവർദ്ധന പറഞ്ഞ് ഭാവനയും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാനൊരു ആക്ച്വലി ഒരു വില്ലൻ ഒരു ചെറിയൊരു ഗ്രേ സ്ട്രീക്കിൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ ആ ഫിലിമിൽ ചെയ്തു. അപ്പോൾ പുള്ളി വന്നിട്ട് ആ പ്രൊഡ്യൂസർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഈ ഫിലിം ചെയ്യുന്നുണ്ട് കന്നഡയിൽ, ഇതാണ് സ്റ്റോറി അലോൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോൾ താല്പര്യമുണ്ടോ ചെയ്യാൻ? അപ്പോൾ ഞാൻ ശരി ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതും ഒരു ഭയങ്കര ഒരു റീഷൂട്ട് പോലെ ആയിരുന്നു. ബിക്കോസ് ഒരു ക്യാരക്ടർ ചെയ്തിട്ട് അടുത്ത പോയിട്ട് വീണ്ടും അടുത്ത ക്യാരക്ടറിന് ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഫുൾ സീന് അഭിനയിക്കണം ആസ് ദി അതർ ക്യാരക്ടർ. പക്ഷേ ഇതിൽ എനിക്ക് വലിയൊരു ക്രെഡിറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഒബ്വിയസ്ലി ടെക്നിക്കലി ക്രൂ ഒക്കെ ക്യാമറ ഇതൊക്കെ വലിയൊരു ക്രെഡിറ്റ് കൊടുക്കണം. പക്ഷേ സെക്കൻഡ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്രെഡിറ്റ് ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ ബോഡി ഡബിളിന് കൊടുക്കണം. ബിക്കോസ് ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടോ പാവം ദാറ്റ് ഗേൾ ഓൾസോ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തു. ആൻഡ് കറക്റ്റായിട്ട് എൻ്റെ ഹൈറ്റ് മേ ബി ഒരു 1 or 2 inches ഒരു ഡിഫറൻസ് വന്നിട്ടേ ഉള്ളൂ. പക്ഷേ ബോഡി സ്ട്രക്ചർ അതൊക്കെ കറക്റ്റായിട്ട് ഒരു ഗേള് പ്രൊഡ്യൂസർ കൊണ്ടുവന്നിട്ട് ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ പാവം ആ ഗേൾ മറ്റേ ദീപികയാണ് പേര്. അപ്പോൾ ദീപിക മറ്റേ ക്യാരക്ടറൊക്കെ ചെയ്തിട്ട് പിന്നെ ഞാൻ ഈ ക്യാരക്ടർ വരുമ്പോൾ ഷീ യൂസ് ടു കം ബാക്ക് ആസ് ദ അതർ വൺ. എനിക്ക് ഭയങ്കര ഒത്തിരി ദീപിക എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി ഒരു വലിയൊരു ക്രെഡിറ്റ്. മനസ്സിലൊരു വില്ലത്തി ഉണ്ടെന്നുള്ള കാര്യം സംവിധാന തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ഒരു സംശയം? എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്, എനിക്കൊരു നെഗറ്റീവ് റോൾ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ്. ജീവിതത്തിൽ നെഗറ്റീവ് റോളിലേക്കൊന്നും പോകേണ്ട. Me and Priya have been friends from college, and I've always seen her as this girl who has been an absolute tomboy with no makeup whatsoever. She'd always come in jeans and t-shirts, sneakers and shoes and all of that. For me, it's an absolute pleasant surprise to see her on screen looking so beautiful every single movie. I have a couple of things that I want to ask her. First thing is, I'd like to see her in a periodical film, very similar to that of Arundhati in Telugu. Periodical films have been doing well in all languages, and I would definitely like to see her in that. With all those absolutely rich costumes and wonderful sets, and I'd like to see her with all that jewelry as well as that kind of makeup. So I'd like you to do this periodical film as soon as possible. The other role that I'd like to see you in would be a negative shade in the movie, like that of what Kajol has acted in Gupt. And on a personal note, get married soon. Correct. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ അതിലേക്ക് പിന്നീട് വരാമെന്ന് പറഞ്ഞു. പ്രിയനോട് ചോദിച്ചു, ആര് പറഞ്ഞു? ആരങ്ങനെ പറയുന്നത്? ആരും പറയുന്നില്ല. ആദ്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, ഇപ്പം പറയുകയാണ് ഷീസ് മാഡ് എന്ന്. ഇത് നോക്ക്, അല്ല ഓക്കെ, ഞാൻ അതിനെ ഒന്നുകൂടെ ഇടയ്ക്ക് കിട്ടാനായിട്ട് വേണ്ടത്തില്ല. ഒന്ന്, ഒരു വില്ലത്തിയുടെ വേഷം കെട്ടാൻ പറ്റിയ ആളാണ് പ്രിയ എന്ന് കൂടെ പഠിച്ച ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് പറയുന്നത്. അപ്പോൾ പ്രിയയുടെ അഭിനയ കലയിലെ ഏറ്റവും നല്ല ചേരുവക എന്താണെന്നുള്ളത് അവൾ തിരിച്ചറിഞ്ഞു. ഇല്ല, എനിക്ക് ഒരുപാട് പീഡനം ഏറ്റുവാങ്ങിയാണോ? ഇല്ല, രാഗിണി പറയുന്നത് കറക്റ്റാണ്. ബിക്കോസ് ഞാൻ എപ്പോഴും എനിക്ക് ഇങ്ങനെ ഈ മേക്കപ്പ് ഇതൊക്കെ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ രാഗിണിയാണ് എനിക്ക് ഇൻട്രൊഡ്യൂസ് ഒക്കെ ചെയ്തത്. ബിക്കോസ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങൾ ബ്രിഗേഡ് റോഡ് എന്ന് പറഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഒരു വെരി ഫേമസ് സ്ട്രീറ്റാണ്. സോ അവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്, കുറേ ഇങ്ങനെ വെരി ഗുഡ് ലുക്കിംഗ് ബോയ്സ് ഒക്കെ വരും ഇപ്പോഴും. അപ്പോൾ കോളേജ് ടൈമിൽ ഞങ്ങൾ ഏതോ ഒരു ചെറിയൊരു റോഡിൽ അവിടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്തിട്ട് രാഗിണി എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യും. ഇങ്ങനെ ഈ ഐലൈനറൊക്കെ ഇട്ടിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് വാ പോവാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കോഫി ഡേയിലൊക്കെ ഇരുന്നിട്ട് ഭയങ്കര ബോയ്സിന് ഭയങ്കര ഞങ്ങൾ വി യൂസ് ടു സൈറ്റ് ബോയ്സ് സൈറ്റിംഗ് ആയിരുന്നു ആ ടൈമിൽ.
അപ്പോൾ രാഗിണി പറയുന്ന ഇത് വന്നിട്ട് ഒരുപാട് ചെറുപ്പക്കാരെ ശരിപ്പെടുത്തിയിട്ടാണ് വിട്ടത്. ഞാൻ കുറേ സൈറ്റ് കുറേ അടിച്ചിട്ടുണ്ട്. ആ ശരി. ഇപ്പോഴും ഞാൻ ചെയ്യും. ഇല്ലെന്ന് പറയാം. ശരി. ഇപ്പോഴും ആ സ്വഭാവം വിട്ടിട്ടില്ല. ഓക്കെ. അതിങ്ങനെ വിടാൻ പറ്റുമോ? അതിനാണ് മലയാളത്തിൽ പറഞ്ഞത് ജാതിയാണല്ലോ തൂത്ത പോവില്ല. ശരി. ഓക്കെ. അപ്പോൾ എല്ലാ ക്രൈമിലും പങ്കാളിയായിരുന്നു. She was a partner in all the crimes. Yes. Okay. And she still is. She still. Okay. അപ്പോൾ അവളെ പിടിച്ച ഒരുപാട് കാര്യം പുറത്തേക്ക് വരും. അപ്പോൾ ടോക്കിംഗ് അബൌട്ട് നെഗറ്റീവ് റോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ്. എനിക്കൊരു അങ്ങനത്തെ ഒരു റോൾ എനിക്ക് ചെയ്യണം എന്നൊരു ഭയങ്കര ഒരു ആഗ്രഹം. ഏതെങ്കിലും നല്ലൊരു സംവിധായകൻ പ്രിയ അതിലേക്ക് നയിക്കട്ടെ എന്ന് പറയുന്നു. നമുക്ക് ആശ്വസിപ്പിക്കാം. പ്രിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി. പിന്നെ പുള്ളിക്കാരത്തി പറഞ്ഞു വെച്ചെന്താണ്? പീരിയോഡിക്കൽ ഫിലിം. അവസാനം എങ്ങനെയാണ് പറഞ്ഞു നിർത്തിയത്? അവസാനം എന്താ പറഞ്ഞു നിർത്തിയത്? അത് ഞാൻ കേട്ടില്ല. ഇല്ല. പ്ലേ ചെയ്യണോ വീണ്ടും? വേണ്ട. Get married soon. Yeah, because she is married, that's why. 8 മാസമായി കല്യാണം കഴിഞ്ഞിട്ട്. അനുഭവിക്കുന്നതെല്ലാം പ്രിയയെ കൊണ്ട് അനുഭവിക്കാൻ വേണ്ടി. 8 മാസം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് അവർ get married soon. അപ്പോൾ ഒരു സെയിം ഇതിലാവാലോ. ഞാൻ ബിക്കോസ് എനിക്ക് മാത്രം കല്യാണം കഴിഞ്ഞിട്ടില്ല, 8 മാസമായി. അപ്പോൾ അതിന് വേണ്ടിയാണ് ഐ തിങ്ക്. ഒരു പക്ഷേ വേണമെങ്കിൽ ഞാൻ അല്പം വേറെ നോട്ടിലേക്ക് വരാം. അവൾ വിചാരിച്ചിട്ടുണ്ടാവുകയെന്ന് വെച്ചാൽ ഈ കല്യാണം കഴിക്കാതെ പ്രിയാമണി നിൽക്കുന്നതുകൊണ്ടാണ് ഒരുപാട് ഗോസിപ്പുകൾ പ്രിയാമണിയെ കുറിച്ച് വരുന്നത്. അതായിരിക്കും വളരെ വളരെ ഗുഡ് ഇന്റൻഷനോടെ ആയിട്ട് ആയിരിക്കും. പ്രിയാമണി കെട്ടാൻ പോകുന്നു, കെട്ടുന്നതിന് മുമ്പ് ഗർഭിണിയായി. എന്ത് എക്സാക്ട്ലി. എനിക്കിങ്ങനെ ഭയങ്കര ഈ ഗോസിപ്പൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ചിരി തോന്നിയത് ഇതെങ്ങനെ ഗർഭിണിയായി. ഞാൻ അറിയാതെ ഗർഭിണിയായോ എന്ന് വിചാരിച്ചോ? അല്ല, ഗർഭിണി എനിക്ക് അറിയാതെ പോലെ ഞാൻ ഗർഭിണിയായി എനിക്ക് വിചാരിച്ചു ഇതെപ്പോയി. വേണമെങ്കിൽ കല്യാണം കഴിച്ച് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഈ ഗോസിപ്പുകളുടെ അളവ് വേണമെങ്കിൽ അല്പം കുറയും. ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ടല്ലോ. അത്ര ഒന്നും അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. ഈ ഗർഭിണി എന്നൊക്കെ പറഞ്ഞാൽ വലിയ നാഷണൽ സൈറ്റുകളിലൊക്കെ വന്നത്. ഞാൻ കണ്ടത് ഏതോ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ കണ്ടത്. ഞാൻ അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അതിനകത്ത് കേസ് കൊടുക്കാനൊക്കെ പോയില്ല അധികാരത്ത്. ഇല്ല, പോയി പണി നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വലിയതായിട്ട് ഞാൻ റിയാക്ട് യൂഷ്വലി ഞാൻ ചെയ്യാറില്ല. മുമ്പ് ഞാൻ ഒരു ഗോസിപ്പിന് വേണ്ടി ഞാൻ റിയാക്ട് ചെയ്തു, ഭയങ്കരമായിട്ട് ഞാൻ റിയാക്ട് ചെയ്തു. പിന്നെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ റിയാക്ട് ആവണ്ട, ബിക്കോസ് റിയാക്ട് ആയാൽ പിന്നെ എല്ലാവരും പറയും ഇതിൽ എന്തൊക്കെയോ ഉണ്ട്, അതിനു വേണ്ടിയാണ് പ്രിയ റിയാക്ട് ചെയ്തത്. അപ്പോൾ റിയാക്ട് ആവണ്ട, ബിക്കോസ് എനിക്കിപ്പോൾ ഞാൻ ആൻസറബിൾ ആരെന്ന് ഹൂ ആം ഐ ആൻസറബിൾ എന്ന് അങ്ങനെ ചോദിച്ചാൽ ഇറ്റ് ഇസ് ഓൺലി എൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ആസ് ഓഫ് നൗ എന്ന് പറഞ്ഞാൽ ഐ എം ഓൾവേസ് ആൻസറബിൾ ടു ഓൺലി ദം. ബിക്കോസ് ഇതുവരെ ആരോടൊക്കെ ഇഷ്ടമുണ്ടെന്നോ ആരോ കെട്ടാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഈ പെൺകുട്ടി ചോദിക്കുന്നത്. പെട്ടെന്ന് സൂൺ ഗെറ്റ് മാരിഡ് സൂൺ എന്നല്ലേ പറഞ്ഞത്. ഹൂ യു ഗെറ്റ് മാരിഡ് ടു ദിസ് പേഴ്സൺ. എന്തുകൊണ്ടാണ് എന്റെ പ്രൊഡ്യൂസർ രണ്ടാമത്തെ വാചകം എഡിറ്റ് ചെയ്ത് കളഞ്ഞാണ് സത്യമായിട്ട്. അല്ല, ഗെറ്റ് മാരിഡ് ടു ദിസ് പേഴ്സൺ അത് അല്ല, അൺകട്ട് ഫുട്ടേജ് ഉണ്ടോ? അൺകട്ട് ഫുട്ടേജ് ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്ലീസ് പ്ലേ ചെയ്യൂ, ഞാൻ നോക്കാം ആരാണ്. എന്നിട്ട് അവളെ പോയി കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ? ഇല്ല, അല്ല. സി ആസ് ഐ സെഡ്, ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ എവിടെ പോകുന്നത്, ആരാണ് മീറ്റ് ചെയ്യുന്നത്, അതൊക്കെ ഇറ്റ്സ് യുവർ പ്രൈവറ്റ് മാറ്റർ. ഇറ്റ് ഈസ് മൈ പ്രൈവറ്റ് മാറ്റർ. ആൻഡ് ദി ഓൺലി പീപ്പിൾ ഞാൻ ഇവിടെ ഐ എം ഗോയിങ് ഹിയർ, ഞാൻ ഈ ഫ്രണ്ടിനെ ഞാൻ മീറ്റ് ചെയ്യുന്നുണ്ട്, ഓർ ഈ ഫിലിമിന് ഞാൻ പോകുന്നുണ്ട്, ഓർ ഐ എം ഗോയിങ് ഓൺ എ വെക്കേഷൻ ഹിയർ എന്നൊക്കെ പറയുന്ന പീപ്പിൾ ആർ ഓൺലി മൈ പേരൻസ്. ഐ ഡോണ്ട് തിങ്ക് എനിബഡി എൽസ് നീഡ് ടു നോ വാട്ട് ഐ എം ഡൂയിങ്, ഹൂ ആം ഐ, വേർ ആം ഐ ഗോയിങ്, ഹൂ ആം ഐ സീയിങ്. എനിക്ക് എൻ്റെ പേരൻസ് അറിഞ്ഞാൽ മതി. ആൻഡ് ദേ നോ ഞാൻ എവിടെ പോകുന്നു, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഞാൻ ഏത് ഫിലിമാണ് കാണുന്നത്, ആറ് കൂടെയാണ് കാണുന്നത്. ദേ നോ എവറിത്തിങ്. CCL കിടന്നിട്ട് അടിച്ചു ഇല്ല, ഞാൻ അങ്ങനെ യൂഷ്വലി ഞാൻ അടിക്കാറില്ല. എന്നാ അയ്യോ, ദിസ് ഈസ് ദ ഫോട്ടോഷൂട്ട് ഫോർ ദ മാഗസിൻ. ഇതൊക്കെയാണ് ഗ്ലാമറസ് നീ പിള്ളേര് വിളിക്കാൻ കാരണം. അതാണ് വെൽ ഇറ്റ് ഈസ് ഫോർ എ കാലണ്ടർ ഷൂട്ട്, സോ ഒബ്വിയസ്ലി അത് വേണമല്ലോ. ഞാൻ മാത്രമല്ലോ, ഗേൾസ് ഉണ്ടല്ലോ, എല്ലാ ഗേൾസും ചോദിക്കും. എനിക്ക് എന്റെ അടുത്ത് മാത്രം ചോദിച്ചാൽ എന്താണ്? ഞാൻ അവിടെയൊക്കെ ചോദിക്കുന്നുണ്ട് പ്രിയ, പേടിക്കണ്ട. അതെ. അപ്പൊ എവിടെ വെച്ചിട്ട് അടിച്ചു എന്നാ പറഞ്ഞേ? ഐ ഡോണ്ട് നോ, നിങ്ങളല്ലേ പറഞ്ഞ ഗോസിപ്പ് എന്തൊക്കെ ഞാൻ എവിടെ അടിച്ചു. CCLന്റെ പാർട്ടിയിൽ ആർക്കട്ടെ പടച്ചു എന്ന് കേട്ടു? ഇല്ലല്ലോ, ആസ് ഫാർ ആസ് ഐ നോ അങ്ങനെയൊന്നും നടന്നില്ല. വെറുതെ എഴുതി വെക്കുന്ന ഈ പത്രക്കാരല്ലേ? മേ ബി സോ. പക്ഷേ ഗോസിപ്പ്, ഐ മീൻ ഇങ്ങനത്തെ ഒരു റൂമർ എന്ന് പറഞ്ഞാൽ അത്ര വലിയതൊന്നും
അങ്ങനെയൊന്നും ആയില്ല. ഐ വിൽ ടെൽ യു വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്. ആ പാർട്ടിയിൽ എന്തായെന്ന് വെച്ചാൽ എൻ്റെ ഫോൺസ് എൻ്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നു, ജീൻസ് പോക്കറ്റിൽ. അപ്പോൾ അത് ആരോ അടിച്ചു മാറ്റി വെച്ചു. ഒരു പ്രാങ്ക്, ഒരു ചെറിയൊരു ജോക്കിന് വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അയ്യോ എൻ്റെ ഫോൺ, പക്ഷേ അത് എൻ്റെ ഫോൺ ആയില്ലായിരുന്നു. ഇറ്റ് വാസ് മൈ ബ്രദേഴ്സ് ഫോൺ, ചേട്ടൻ്റെ ഫോണായിരുന്നു. അപ്പോൾ ഫോർ ദ ടൈം ബീങ് ഞാൻ ചേട്ടൻ്റെ ഫോൺ ഞാൻ യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഫോണ്, അപ്പോൾ എനിക്ക് അയ്യോ എൻ്റെ ചേട്ടൻ്റെ ഫോണ് പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഹോട്ടലിൽ ഇരിക്കുന്ന എല്ലാ സ്റ്റാഫിനും ഞാൻ പറഞ്ഞു, അയ്യോ ഫോൺ പോയി, ഒന്ന് തേടാൻ പറ്റുമോ എന്ന് പറഞ്ഞു, വിൽ യു ഹെൽപ്പ് മീ ഔട്ട് എന്ന്. അപ്പോൾ എല്ലാവരും യെസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റിൽ whoever was, I don't want to name the person, പക്ഷേ പുള്ളി വന്നിട്ട് he said, oh I have it with me now. അപ്പോൾ I said, അയ്യോ ഇതെന്താണ് ഇത്, you should have at least just പറഞ്ഞ്, I mean I know it's a joke, but ഇത് എൻ്റെ ഫോൺ അല്ല, ഇതെൻ്റെ ചേട്ടൻ്റെ ഫോണാണ്, you know it's pretty അതങ്ങനെ it's not fair, please don't do it എന്ന് അങ്ങനെ I was a little politely rude. പക്ഷേ അങ്ങനെ ഒന്നും I'm never a person. ഒരു പ്രമുഖ ക്രിക്കറ്റ് താരത്തിൻ്റെ പേരായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പ്രമുഖ ക്രിക്കറ്റ് താരത്തിന്റെ പേരായിരുന്നു. എന്താണ് പേര്? ആ പ്രാങ്ക് കളിച്ച ആള് എന്താണ് പേര്? ഞാൻ പറയില്ല. പ്രമുഖ ക്രിക്കറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ ആരാ ക്രിക്കറ്റർ? ഇഷ്ടംമാരിൽ ഒരുപാട് ക്രിക്കറ്റേഴ്സ് ഇല്ലേ? എനിക്ക് സച്ചിൻ മുതൽ ധോണി വരെയുള്ള ആൾക്കാരില്ലേ? ഓക്കെ, അതിന് അല്ല അങ്ങനെ ഒരാളായിരുന്നു എന്ന് പറയാതെ, പക്ഷെ ആൾക്കിട്ട് പടച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഈ പത്രങ്ങളിലൊക്കെ വന്നത്. ഇല്ല അങ്ങനെയൊന്നും ആയില്ല. പ്രിയാമണി അങ്ങനെയൊന്നും രൗദ്രം ആകാറില്ല. പ്രിയാമണി എന്നുള്ള നടിയിൽ, പ്രിയാമണി എന്നുള്ള വ്യക്തിയിൽ പ്രിയാമണിക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്താണ്? ഇഷ്ടമില്ലാത്ത സ്വഭാവം, ഞാൻ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഐ ടെൻ ടു ബിലീവ് ഇറ്റ് ക്വിക്ക്ലി. ആണോ ശരിക്കാണോ എന്ന് അങ്ങനെ ഞാൻ റിയാക്ട് ചെയ്യും. ഒരുപാട് പേര് പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടോ? പറ്റിച്ചിട്ടുണ്ട്. യെസ്. ആസ് എ നോട്ട് ഇൻ പേഴ്സണൽ വേ അല്ല, പക്ഷേ പ്രൊഫഷണൽ വൈസ്. എന്തായാലും അതായത് പല ആൾക്കാരുടെ വാക്കുകളിൽ കുരുങ്ങിയിട്ടുണ്ട്. Once bitten, twice shy ആയോ പിന്നീട്? Now I'm twice shy. So ഇപ്പോൾ I have learned the trick of the trade എന്ന് പറയാം. Because എനിക്ക് ഇപ്പോൾ മനസ്സിലായി എന്താണ് how the industry works, എനിക്കിപ്പോൾ മനസ്സിലായി. So obviously അതിനെ കുറിച്ച് you have to obviously mold yourself. Hi Priya, surprise. So പ്രേക്ഷകർക്ക് എത്രത്തോളം ഇത് അറിയാമെന്ന് അറിയില്ല, but Priya has got an excellent sense of humor. ഏതൊരു സിറ്റുവേഷനും ലൈറ്റൻ അപ്പ് ചെയ്ത് മൂഡൊക്കെ ഒന്ന് ബെറ്റർ ആക്കുന്ന ഒരു കഴിവ് അവൾക്കുണ്ട്. ഒരു കുടുംബ സ്വത്തെന്ന് വേണമെങ്കിൽ പറയാം ഈ സെൻസ് ഓഫ് ഹ്യൂമർ. ഉദാഹരണത്തിന് ഞങ്ങൾ കുടുംബത്തോടൊരു ഡിന്നറിന് വേണ്ടി പോയി. ലിഫ്റ്റ് ഓവർലോഡായിട്ട് ഒരു 2 സെക്കൻഡിനകം നിന്നുപോയി ബിറ്റ്വീൻ 2 ഫ്ലോർസ്. ആ ഒരു ടെൻസ്ഡ് സിറ്റുവേഷനിലും പ്രിയ വളരെ തമാശയൊക്കെ പറഞ്ഞ് മൂഡ് ലൈറ്റൻ അപ്പ് ചെയ്തു. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് കംസ് നാച്ചുറലി ടു ഹർ. So why not show that in movies? So എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഒരു ഫുൾ ഫ്ലെജ്ഡ് കോമഡി റോളിൽ എപ്പോഴാണ് പ്രിയനെ കാണാൻ സാധിക്കുക? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. Oh my god. ഇതൊന്നും പലരും കണ്ടിട്ടില്ല പ്രിയ. വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള, ബബ്ലി ആയിട്ടുള്ള, ചേർപ്പിംഗ് ആയിട്ടുള്ള പ്രിയാമണി ആൾക്കാർ കാണണമെന്നാണ് പ്രിയാമണിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ഒരു സർപ്രൈസ് തന്നുകൊണ്ട് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ലിഫ്റ്റ് കേടാവുകയാണ് പ്രിയാമണിയെ വിളിച്ചാൽ മതി. ഇതെന്തായെന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് പോയി. അപ്പോൾ ലിഫ്റ്റ് അവിടെ സ്റ്റക്കായി പോയി സഡൻലി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് എല്ലാവരും സ്പീഡെന്ന് ആ ഹോളിവുഡ് ഫിലിം കണ്ടിട്ടുണ്ടോ, കിയാനു റീവ്സിൻ്റെ സ്പീഡ്? അപ്പോൾ അതിൽ ആ മറ്റേ ലിഫ്റ്റിൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു പക്ക. ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് സ്പീഡിൻ്റെ ആ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇത് ഭയങ്കര സ്പീഡിൻ്റെ ഇതാണ്. അപ്പോൾ എനിക്ക് കിയാനു റീവ്സ് ഇവിടെ വന്നാൽ ഭയങ്കര ഇതായിരിക്കുമല്ലോ എന്ന് ഞാൻ അങ്ങനെ വി വർ ജസ്റ്റ് ജോക്കിങ് അറൗണ്ട്. അപ്പോൾ സഡൻലി കറക്റ്റായിട്ട് കിയാനു റീവ്സ് വന്നില്ല, പക്ഷെ അവിടുത്തെ ഒരു വർക്കറോ ഇത് ടെക്നീഷ്യൻ അവിടെ വന്നിട്ട് ഭയങ്കര ലിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്തിട്ട് അച്ഛൻ ഭയങ്കര നെർവസ് ആയി പോയി. അയ്യോ പറ്റില്ല, അയ്യോ ഈ ലിഫ്റ്റ് ഇതെന്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് ഇപ്പോൾ ഇവിടെ എന്താ, വാട്ട് എവർ റിട്ടൺ ഹിയർ വിൽ വർക്ക്. ഇഫ് യു ആർ ഡെസ്റ്റിൻ ടു ഡൈ വിൽ ഡൈ, ഇല്ലെങ്കിലില്ല, അത്രേ ഉള്ളൂ. പിന്നെ അങ്ങനെ വന്നിട്ട് ആ ടെക്നീഷ്യൻ ഫസ്റ്റ് കുറച്ച് ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഫസ്റ്റ് എൻ്റെ സിസ്റ്റർ, എൻ്റെ ആൻറ്റി വന്നു, ദാറ്റ് ഇസ് സന്ധ്യയുടെ അമ്മ, ഫസ്റ്റ് പുറത്ത് പോയി. പിന്നെ ഇല്ല ഷീ വാക്ക്ഡ് ഔട്ട്. അത് കുഴപ്പമില്ല, അല്ല ആസ് ഐ സെഡ് അങ്ങനെ സ്പീഡിൻ്റെ അത് ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ തിങ്ക് ഫസ്റ്റ് എല്ലാം തടിയുള്ള എല്ലാവരും പുറത്താക്കി. ഞാൻ ഓൾമോസ്റ്റ് ഐ വാസ് വൺ ഓഫ് ദ ലാസ്റ്റ് പേഴ്സൺസ് ടു ഗോ. അപ്പോൾ അവിടെ പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും വെക്കാന്ന് ചിരിച്ച് സംസാരിക്കുന്ന ഒരു വിഷയം ഭയങ്കരമായിട്ട് കിട്ടി ലിഫ്റ്റ് കാരണം. എന്താ കാരണം
ഒരു കണക്കിന് ഓരോരുത്തരുടെ സ്വഭാവം പെട്ടെന്ന് മനസ്സിലാകുന്ന ഇങ്ങനെയുള്ള അപകടത്തിൽപ്പെടുമ്പോഴാണ് ഈ പാനിക് ചെയ്യുന്നത്. പ്രിയ, സോ പ്ലസൻറ്റ്. സിനിമ ലോകത്ത് എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും പൈസയും മണിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് MONEY. ഈ സംഭാഷണം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.